അത്ഭുത പ്രവാചകനായ മഹാനായ ഖളിർ നബി അലൈഹിസ്സലാം. ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു കൊടുത്തു, ഇല്ലേ? ദീർഘായുസ് അള്ളാഹു കൊടുത്തു, നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ ദീർഘായുസ് കിട്ടാനൊരു കാരണമുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ജീവിക്കുന്ന മഹാനായ ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഖിയാമത്ത് നാളിൽ ലോകം അവസാനിക്കുന്നത് വരെ ഈ ഭൂമിയിൽ ഉണ്ടാകും. നമ്മുടെ ജീവിതകാലത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നമ്മുടെ അടുക്കൽ വന്നു പോകുമെന്ന് ചില ഹദീസുകളിൽ കാണാൻ കഴിയും. എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന അത്ഭുതശാലികൾ അല്ലെങ്കിൽ അത്രയേറെ ഭാഗ്യവാന്മാർ, അവർക്ക് മാത്രമേ അത് അദ്ദേഹമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു അദ്ദേഹത്തെ തിരിച്ചറിയാനും കയ്യൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യാനും ഒന്ന് ചുംബിക്കാനും ഒക്കെ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. എന്നാൽ ആ അത്ഭുത പ്രവാചകന് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാനൊരു കാരണമുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ദീർഘകാലം ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്, ഇല്ലേ? പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക, കുറേ കാലം ജീവിക്കാൻ പറ്റുക. പക്ഷെ കുറേ കാലം ജീവിക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങളും ആ കാലയളവിൽ ചെയ്യാൻ കഴിയുക എന്നതാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖ്, അള്ളാഹു കൊടുക്കുന്ന നേട്ടം എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം ജീവിക്കാനും സൽക്കർമ്മങ്ങളോടൊപ്പം ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു അമലു കൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയൊരു അമലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ച് നൽകട്ടെ. ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ടല്ലേ? നമ്മുടെ എല്ലാം ഖൽബുകളിൽ വലിയ ഒരുപാട് മുറാദുകളുണ്ട്. അള്ളാഹു എല്ലാം ഹാസിലാക്കി തരുമാറാകട്ടെ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഖൽബറിഞ്ഞ് നല്ലതുപോലെ ഒരു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹുവെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ, അള്ളാഹ് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ. ആത്മാർത്ഥമായി നമ്മൾ എപ്പോഴും ദുആ ഇറക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത്, കുറേ കാലം എന്ത് ചെയ്യുക, ജീവിക്കാൻ ഭാഗ്യം കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ മഹാനാണ് മഹാനായ ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എത്രയോ നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായ അദ്ദേഹം ഭൂമിയിലുണ്ട്. അതായത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന പ്രവാചകനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുറഞ്ഞ കാലശേഷം വന്ന പ്രവാചകനാണ് ആര്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഇന്നോളം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷങ്ങൾ അത്രയും ജീവിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്. ആ ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനൊരു ഭാഗ്യം ലഭിക്കാൻ എന്താണ് കാരണം? എന്താണ് കാരണം? എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? എല്ലാവർക്കും അദ്ദേഹത്തെ പോലെ ഇനി ഒരു ഭാഗ്യം കിട്ടൂല, അത് ഒന്നാമത്തെ കാര്യം. എന്നാലും നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന, ഇപ്പോൾ ശരാശരി ആയുസ് 60-70 ആണ് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയല്ലോ. എന്നാലും ഒരു 100 വയസ്സ് വരെയൊക്കെ ഒരു മാക്സിമം നല്ല ദീർഘായുസുള്ള ഒരാൾ എന്ന് നമ്മൾ പറയുന്ന ഒരു വയസ്സ്, പ്രായം ഇപ്പോൾ ഒരു 100 വയസ്സാണ് അല്ലേ? എന്നാലും അത്രയൊക്കെ എന്ത് ചെയ്യുക, കുറേ ഒരു ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് അത് ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നാലും ഞാൻ ആദ്യം തുടക്കത്തിൽ പറയാം, എന്താണ് ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാനുള്ള കാരണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അതിനുള്ളൊരു കാരണം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജീവിതകാലത്ത് നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന, അള്ളാഹുവിനോട് പറഞ്ഞൊരു ദുആ. എന്താണ് ആ ദുആ? മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞ ദുആ, റബ്ബിനോട് പറഞ്ഞത്, അല്ലാഹുവേ, എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം എൻ്റെ ജനാസ സംസ്കരിക്കപ്പെടും, ഇല്ലേ? എൻ്റെ മയ്യത്ത് അടക്കപ്പെടും. ഇതിനുശേഷം കുറേ കാലം കഴിയുമ്പോൾ എൻ്റെ പിൻഗാമികളിൽപ്പെട്ട, എൻ്റെ മക്കളിൽപ്പെട്ട നൂഹ് എന്ന പ്രവാചകൻ വരും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ജലപ്രളയത്തിൽ എൻ്റെ ജനാസ എന്ത് ചെയ്യും? അത് ഭൂമിയിൽ നിന്ന് പുറത്തു വരും. കാരണം വെള്ളത്തിലേക്ക് പുറത്തു വരും. ആ സമയത്ത് ആ ജനാസ എന്ത് ചെയ്യുക? ആരാണോ കൃത്യമായി അദ്ദേഹം ഒരു നിശ്ചിത സ്ഥലം പറഞ്ഞു കൊടുത്തു, ആ സ്ഥലത്ത് കൊണ്ട് ഖബറടക്കപ്പെടുന്നത്, അവർ മറവ് ചെയ്യപ്പെടുന്നത്, അവർക്ക് എന്ത് ചെയ്യണം? അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണം, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം
കൊടുക്കണേ എന്ന് ദുആ ഇറക്കുക. എല്ലാവരുടെ മുമ്പിലും എല്ലാവരുടെ അടുക്കലും സുസമ്മതനായി എല്ലാവരും ആദരിക്കപ്പെടുന്ന, അതുപോലെ തന്നെ ദീർഘകാലം ജീവിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ദുആ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയും ആ ദുആ തൻ്റെ പിൻഗാമികളായ തൻ്റെ മക്കളിലേക്ക് അവിടുന്ന് വസിയ്യത്തായി ഏൽപ്പിക്കുകയും ചെയ്തു. തൻ്റെ മക്കളോട് അത് പറഞ്ഞു ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീടുള്ള അവരുടെ തലമുറയോട് ഏത് കാലത്താണോ വരുന്നത് ആ കാലഘട്ടം വരെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം മക്കളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനാസ അവിടുന്ന് ഖബറടക്കപ്പെട്ടു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം വലിയൊരു ജലപ്രളയം, ഒരു തൂഫാൻ ഉണ്ടായ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ജലപ്രളയത്തിൽ ആ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചപ്പോൾ അവിടുന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനാസ കൂടി ആ കപ്പലിലേക്ക് എന്ത് ചെയ്തു? അവിടുന്ന് ജനാസ അടക്കപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു പെട്ടിയിലാക്കി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലേക്ക് എന്ത് ചെയ്തു? പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിവാരങ്ങളും അവിടുത്തെ കൂട്ടാളികളും മുഅ്മിനീങ്ങളും കപ്പലിൽ യാത്ര ചെയ്യുകയും അതുപോലെ ജലം വറ്റിയതിനു ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ചോദിച്ചു, ഇവരിൽ ആരാണ്, നിങ്ങളിൽ ആരാണ് മക്കളെല്ലാം വിളിച്ചിട്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളടക്കം എല്ലാവരും ഉണ്ട്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന വല്യപ്പയുടെ ജനാസ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഖബറടക്കാൻ തയ്യാറുള്ളത് എന്ന്. അങ്ങനെ മക്കളിൽപ്പെട്ട 2 ആളുകൾ വന്നു. അവർ ജനാസയുമായി ഒന്ന് നടന്നു നോക്കി. പക്ഷേ ആ മൂകത കാരണം ഭൂമി മുഴുവൻ വെള്ളത്തിലാണ്ടിട്ട് വെള്ളം വറ്റിയിട്ട് കിടക്കുന്നൊരു മൂകത, ഒന്നുമില്ലാത്തൊരവസ്ഥ, ഭൂമിയിൽ ഒന്നും അവശേഷിക്കാത്തൊരവസ്ഥ, അത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് അവർ തിരിച്ചു കപ്പലിലേക്ക് വന്നു. ഞങ്ങൾക്കതിന് കഴിയില്ല എന്ന്, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. അങ്ങനെ മഹാനായ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുവാദം ചോദിക്കുകയാണ്. മഹാനവറുകളോട് അനുവാദം ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുക? നിങ്ങൾ അനുവാദം തന്നാൽ ഞാൻ കൊണ്ടുപോയി ആ പറഞ്ഞ സ്ഥലത്ത് ജനാസ സംസ്കരിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ മഹാനായ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം ആ ദൗത്യം ഏറ്റെടുക്കുകയും ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി ആ ഒരു ഉത്തരവാദിത്തം പൂർത്തിയാക്കുകയും ചെയ്തു. മഹാനായ ആദം നബി അലൈഹി സ്വലാം ആകുന്ന വല്യുപ്പയുടെ ജനാസ അവിടുന്ന് കൊണ്ടുപോയി കൃത്യമായി ഖബറടക്കം ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ദുആ കൊടുത്തു. അല്ലാഹുവേ, വല്യുപ്പയാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആഇനെ ഖളിർ അലൈഹി സ്വലാമിൻ്റെ മേൽ നീ എന്ത് ചെയ്യണം അല്ലാഹ്, അത് സ്വീകരിക്കണേ അല്ലാഹ്. അന്ന് മുതൽ മഹാനായ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ദീർഘായുസ് കൊടുത്തു. എത്രയോ പ്രവാചകന്മാർ അതിന് ശേഷം വന്നു. ആ പ്രവാചകന്മാരെയൊക്കെ കാണാനും അവരുമായി സഹകരിക്കാനും അവസരം അള്ളാഹു കൊടുത്തു. എത്രയോ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. എത്രയോ സംസ്കാരങ്ങൾ മാറി മാറി വന്നു. എത്രയോ ആചാരങ്ങളും എത്രയോ അനുഷ്ഠാനങ്ങളും പുതുതായി വന്നുകൊണ്ടേയിരുന്നു. ഇസ്ലാമിൻ്റെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പല സമുദായത്തിനും പല രൂപത്തിൽ അവതരിക്കപ്പെട്ടതൊക്കെ മഹാനായ ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടക്കം കാണാനും ഭാഗ്യം ലഭിച്ചു. ഇനി ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തിരുമാറാകട്ടെ. പലപ്പോഴും ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുറുകെ പിടിക്കുന്നവർക്ക് വലിയ ഫലം കിട്ടാറുണ്ട്. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് വരുമ്പോൾ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുകയോ ഒരു യാസീൻ ഓതുകയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുന്നത് കാണാൻ കഴിയും. ഖളിർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുത്തെ പേരിൽ എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നത് ഫലം ലഭിക്കുകയും അതിന് പരിഹാരം ലഭിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ അനുഭവം ഒരുപാട് തവണ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുതൽക്കൂട്ടാണ്, നമുക്കൊരു പിടിവള്ളിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാനും അവിടുത്തെ മുസാഫഹത്ത് ചെയ്യാനും നമുക്ക് അവസരം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെ അടുക്കലേക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ അദ്ദേഹം വരും. എന്നാൽ മുഅ്മിനീങ്ങളായ നല്ല മുത്തഖീങ്ങളായ ആളുകൾക്ക് അദ്ദേഹത്തെ മനസ്സിലാവുകയും അദ്ദേഹത്തെ കൈപിടിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള അടയാളം പറയുന്നത് ഇവിടുത്തെ എല്ല് ഉണ്ടാവുകയില്ല എന്ന്. അതായത് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പഞ്ഞി പോലെ ഉണ്ടാകും, ആ എല്ല് അവിടെ ഉണ്ടാവൂല എന്ന്. നമുക്ക് പിടിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കൈയുടെ ഈ വിരലിൻ്റെ തള്ളവിരലിൻ്റെ ആ ഭാഗത്തുള്ള എല്ല് അവിടത്തേക്ക് ഉണ്ടാവില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ മുസാഫഹത്ത് ചെയ്യുന്നവർ. കാരണം കൈ പിടിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പിടുത്തം വീഴൂലേ, ആ പിടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതിന്ന ആളാണ് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൈയൊന്ന് പിടിക്കാനും ഒന്ന് ചുംബിക്കാനും നമുക്ക് അവസരം നൽകുമാറാകട്ടെ.
ഇനി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമുക്കും ദീർഘായുസ് കിട്ടണം, കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടണം, ഇല്ലേ? നമുക്കും കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ആയുസ് വർദ്ധിക്കാൻ ജീവിതത്തിൽ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നോക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആരോഗ്യത്തെപ്പറ്റി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ നമുക്ക് പറയാം. സൂക്ഷിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. മോശമായ ഭക്ഷണങ്ങൾ, അതായത് ആരോഗ്യത്തിന് കേടുവരുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ മഹാനായ ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക. ദീർഘായുസിന് വേണ്ടിയിട്ട് ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിയ്യത്താക്കിയിട്ടൊരു യാസീൻ എന്ത് ചെയ്യുക? ഓതുക. ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. എന്നാണ് ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് ചെയ്യാൻ കാരണം ഖളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദീർഘായുസ് കിട്ടിയ ആളാണ്, അതുപോലെ ഇബാദത്തിന് അവസരം കിട്ടിയ ആളുമാണ്, അല്ലേ? ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹ്സന അമലുഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്, എന്ത്? ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവർക്ക് ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടുകയും അതോടൊപ്പം തന്നെ നല്ല അമലുകൾ ചെയ്യാൻ, സൽക്കർമ്മം ചെയ്യാൻ ഭാഗ്യം കിട്ടുകയും ചെയ്ത ആളുകളാണ്. അപ്പം ആ ഭാഗ്യം കിട്ടിയ ആളാണ് ആര്? ഖളിർ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ എല്ലാ ദിവസവും ഒരു യാസീൻ നിയ്യത്താക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ട്? ദീർഘായുസ് ലഭിക്കാനും സൽക്കർമ്മങ്ങൾക്ക് അവസരം കിട്ടാനും. അതാണ് നമ്മുടെ ഖൽബിലുള്ള ചിന്ത വേണ്ടത്. അങ്ങനെ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടുകയും അതുപോലെ തന്നെ മരണം എപ്പോഴും സംഭവിക്കാമല്ലോ. നടന്നു പോകുന്ന ആളുകളിലേക്ക് വാഹനം കയറി മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പം വാഹനത്തിൽ യാത്ര ചെയ്താൽ മാത്രമല്ല അപകടം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസരത്തിൽ വെറുതെ നിന്ന ആളുടെ തലയിലേക്ക് എന്തെങ്കിലും വന്നു വീണ് മരണപ്പെട്ടത് എത്രയോ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വെറുതെ നിന്നാലും മരണം സംഭവിക്കും. എപ്പോഴാന്ന് വെച്ചാൽ അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എന്നാൽ അത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്കാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തൗബയ്ക്ക് പോലും അവസരമില്ലാതെ യാത്ര പറയേണ്ടി വരും. അപ്പം അങ്ങനെയല്ല, ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാനും അതുപോലെ തന്നെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവസരം കിട്ടണം. അതിന് ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേൽ ഒരു യാസീൻ ഓതുക ഇൻഷാ അല്ലാഹ്. അതാണ് നമുക്ക് ദീർഘായുസിനുള്ള ഒരു അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. നിങ്ങൾ ഇത് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാനും മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.